ഹായ്! നിങ്ങൾ അപ്പൂപ്പൻ താടികൾ കണ്ടിട്ടില്ലേ? വേനൽക്കാലത്ത് ഇങ്ങനെ വെള്ളിച്ചിറകായിട്ട് പറന്ന് നടക്കുന്നത്. ഇന്നത്തെ വീഡിയോയില് ഞങ്ങൾ അപ്പൂപ്പൻ താടിയുടെ മരം അന്വേഷിച്ചു പോകുന്ന കേട്ടോ കാണിക്കുന്നേ. കുറച്ചധികം ദിവസമായി വീടിന് ചുറ്റും അപ്പൂപ്പൻ താടികൾ ഇങ്ങനെ പറന്ന് നടക്കുന്നു. അപ്പൊ ഇന്ന് ഞങ്ങള് അപ്പൂപ്പൻ താടിയുടെ മരം അന്വേഷിച്ചു പോകാന്ന് കരുതി. കൂടെ ഇറങ്ങിയിരിക്കുന്ന ആരാണെന്നറിയോ? എന്റെ പൂച്ചക്കുഞ്ഞുങ്ങളാണേ. ഇവര് 3 പേരുണ്ട്. ഒരുത്തൻ മുന്നേ പോയി. അങ്ങനെ ഇവന്മാരും എന്റെ അനിയത്തിയും കൂട്ടി ഞാൻ അങ്ങനെ അപ്പൂപ്പൻ താടിയുടെ മരം കണ്ടുപിടിക്കാന്നും പറഞ്ഞ് വീടിനടുത്തുള്ള ഒരു മലയിലേക്ക് പോകുന്നതാണ് ട്ടോ. അങ്ങനെ കുറച്ചു നേരം നടന്നപ്പോഴത്തേക്ക് പൂച്ചക്കുട്ടന്മാർക്ക് മടിയായി. ഞങ്ങൾ വരണോ വേണ്ടയോ എന്നും പറഞ്ഞ് മടിച്ചു നിൽക്കാൻ തുടങ്ങി. കൂട്ടത്തില് മൂത്തനാട്ടെ ഒന്ന് വേഗം വരാവോ പെണ്ണേ എന്ന മട്ടില് നേരെ കയറി ഫ്രണ്ടിലേക്കാണ് കേട്ടോ. എന്നാ പിന്നെ അവൻ വിളിച്ചല്ലേ എന്നിട്ട് ഞാൻ പോന്നു. പോന്നപ്പോ ദാ നിറയെ പഞ്ഞി കിടക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ പഞ്ഞിമരം? ആ, ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ പഞ്ഞിമരം ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് നിൽക്കുന്ന പനയേക്കാളും ഈ പഞ്ഞിമരത്തിന് ഉയരമുണ്ട്. ഇതിന്റെ മേളിലായിട്ട് നിറയെ പഞ്ഞിക്കായ നിൽക്കുന്നുണ്ടേ. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ആ ഒരു പച്ച കളറൊക്കെ മാറി ഒരു തവിട്ട് കളറിലാവും ഇത്. പിന്നെ ആ തൊണ്ട് പൊട്ടി പഞ്ഞികൾ ഇങ്ങനെ പറന്ന് കിടക്കുന്ന കാണാം. അത് വെച്ചിട്ടാണ് മാടത്തെയും തത്തയൊക്കെ വീടുണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മലയിലേക്ക് കയറാൻ തുടങ്ങി. ഞാനും എന്റെ പൂച്ചക്കുഞ്ഞുങ്ങളും കൂടി. പിന്നെ പുറകെ തന്നെ അനിയത്തി ഉണ്ട് കേട്ടോ. അങ്ങനെ പോയി നിന്നപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്റെ മൂത്ത പൂച്ചക്കുഞ്ഞൻ, ഇവന്റെ പേര് ന്യൂട്രോ എന്നാണ്, അവനവിടെ കാത്തു നിൽക്കാൻ തുടങ്ങി. ഒന്ന് വേഗം വാന്ന് പറഞ്ഞ ആളൊരു നാണക്കാരനാണ്. ക്യാമറയിലേക്ക് നോക്കാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ മുഖം മാറ്റും. കണ്ടില്ലേ? അങ്ങനെ ഞങ്ങള് മലയുടെ മുകളിലെത്തി. അവിടെ ഒരു ആഞ്ഞിലിയുടെ മരം നിൽക്കുന്നുണ്ടായിരുന്നേ. ഒരു ഇടത്തരം ചെറിയ ആഞ്ഞിലി. അവിടെ നിന്ന് നോക്കിയിട്ട് അപ്പൂപ്പൻ താടിയിലൊന്നും കാണാൻ പറ്റിയില്ല. അപ്പൂപ്പൻ താടി യഥാർത്ഥത്തിൽ ഒരു മരമല്ല കേട്ടോ, അതൊരു വള്ളിച്ചെടിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരത്തില് ഫഹദ് ഫാസിൽ അന്വേഷിച്ചു പോകുന്നില്ലേ അപ്പൂപ്പൻ താടി? അന്നേരം അതൊരു വലിയ മരത്തിലാണ് നിൽക്കുന്നത്. ആക്ച്വലി അതൊരു വള്ളിച്ചെടിയാണെന്നാണ് എന്നോടൊരു ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ അപ്പൂപ്പൻ താടി അന്വേഷിച്ചു പോയപ്പോ ദേ കിടക്കുന്നു. ഇതെന്താ കാട്ടുമുന്തിരി പോലെ എന്തോന്ന്. അതിന്റെ ആ കറുത്ത പഴം കണ്ടോ? അതായിരിക്കും ഒരുപക്ഷെ പഴുത്തത്. പേരൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കാട്ടുമുന്തിരി എന്ന് വിളിച്ചു. ദാ ഇതിലവിടെ കുറേ ഉണ്ട് കേട്ടോ. ചുറ്റും ഈ കാട്ടുമുന്തിരികൾ ഇങ്ങനെ കിടക്കാണ്. പേരറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിന്റെ കാട്ടുമുന്തിരി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ പേരറിയാമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ അതവിടെ അന്വേഷിച്ച് നോക്കി 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 നടന്നപ്പോഴത്തേക്കും തൊട്ടടുത്ത് തന്നെ നല്ലൊരു കാട്ടുചെത്തി നിൽക്കുന്നു. നല്ല ഓറഞ്ചും ചുമല കളറുള്ള പൂക്കളൊക്കെ ആയിട്ട്. ചുറ്റും ഇത്രയും വേനലായിട്ടും ചുറ്റുമുള്ള സ്ഥലത്തൊക്കെ നിറയെ കരിയിലകൾ ഇങ്ങനെ ഉണങ്ങി പിടിച്ചു കിടന്നിട്ടും ഈ ചെടിക്ക് വലിയ വാട്ടമൊന്നും ഇല്ലാത്ത കണ്ടപ്പോ നല്ല സന്തോഷം തോന്നി. പൊതുവെ എനിക്ക് പൂക്കളൊക്കെ ഇഷ്ടം. ദേ വേറൊരു പൂ. അയ്യോ, ഇത് പൂവല്ല കേട്ടോ. ഇതാ കാട്ടുമുന്തിരിങ്ങയുടെ പൂവാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനിയെങ്കിലും നമുക്ക് അപ്പൂപ്പൻ താടി കണ്ടുപിടിക്കണം. നോക്ക്, കണ്ടോ പിങ്കിഷ് കളറിൽ അവിടെ ഒരുത്തൻ ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട് കേട്ടോ. ദേ നോക്ക്, ഇതൊരു മുള്ളുള്ള കുറ്റിച്ചെടിയാണ് കേട്ടോ. ഇതിലൊരു പച്ചക്കായ ഉണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കറുത്ത കളറാവും. അപ്പൊ നല്ല മധുരമാണ്. ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ദാ വേറൊരു പഴം. പഴം അറിയോ? പഴോ കായോ എന്തോ അതവിടെ നിൽക്കുന്നു. പിന്നെ നോക്കിയപ്പോ ഇതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച പഴം. ഇതിന്റെ പേര് തൊണ്ടിപ്പഴം എന്നാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ധാരാളം ഉണ്ട്. റബ്ബർ തോട്ടങ്ങളിലും ഈ കുറ്റിക്കാടുകളിലൊക്കെ നിൽക്കുന്ന കാണാം തൊണ്ടിപ്പഴം. ഇതിനൊരു ഓറഞ്ച് ചുമല അങ്ങനത്തെ കളറാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയോ? ഇതിന്റെ ഉള്ളിൽ വളരെ ടെൻഡർ ആയിട്ടുള്ള വളരെ മിനുമിനുത്തൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ റംബൂട്ടാൻ ഇല്ലേ, റംബൂട്ടാൻ പോലെ നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ. ഇതിവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതും ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ. അതിങ്ങനെ നിൽക്കുന്നു. ആദ്യം ഞാൻ കരുതി ഇതങ്ങ് പറിച്ചെടുക്കാന്ന്. പിന്നെ ഞാൻ കരുതി വേണ്ട, ഈ പഴങ്ങളൊക്കെ കിളികൾ തിന്നോട്ടെ എന്ന് ഓർത്ത് ഞാനത് അവിടെ വിട്ടിട്ട് അപ്പൂപ്പൻ താടി അന്വേഷിക്കണമല്ലോ, നമ്മൾ അപ്പൂപ്പൻ താടിയുടെ മരം അന്വേഷിക്കാൻ തന്നെ പോയി കേട്ടോ. അങ്ങനെ അപ്പൂപ്പൻ താടിയുടെ മരം അന്വേഷിച്ച് നടന്നിട്ട് അവിടെയൊന്നും കാണാനില്ല. പിന്നെ കുറച്ചങ്ങ് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു മരത്തിൽ നിറയെ വള്ളികൾ ഇങ്ങനെ പടർന്ന് പടർന്ന് നിൽക്കുന്നു. ചുറ്റും നോക്കിയിട്ട് അപ്പൂപ്പൻ താടിയൊന്നും കണ്ടില്ല. അങ്ങനെ എന്നെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള ഓർത്ത് അങ്ങനെ നടക്കുമ്പോ ദാ കിടക്കുന്നു കുറേ അപ്പൂപ്പൻ താടികൾ. എന്റെ അമ്മോ, വെള്ളി പൂക്കള് കൊഴിഞ്ഞു വീണതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്കും ഭംഗിയാണ് ഇത് നേരി കാണാൻ. ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഇല്ലേ, അതിലൂടെ ഇങ്ങനെ ലൈറ്റ് കടത്തി വിടില്ലേ, അതുപോലെയാണ് ഇത് ഇരിക്കുക. എനിക്ക് അങ്ങനെയാ തോന്നാറ്. നല്ല വെളുവെളുത്ത പൂവ്. ചെറുപ്പത്തിൽ ഞാൻ കരുതിയത് എന്താണെന്നറിയോ? ഇത് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ താടി പൊഴിഞ്ഞു പോകുന്നതാണെന്നാണ് എന്റെ ഓരോ മണ്ടത്തരങ്ങള്. അങ്ങനെ കഴിഞ്ഞ് കുറച്ചങ്ങ് മാറി നോക്കുമ്പോ അവിടെ കുറേ കിടക്കുന്ന അപ്പൂപ്പൻ താടികൾ. നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇതിന്റെ മരം കാണുമല്ലോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോ ഒരു വള്ളി ഇങ്ങനെ ഒരു പനമരത്തിലേക്ക് ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ആ പനമരത്തിന്റെ കൈയുടെ അങ്ങേ അറ്റത്തായിട്ട് നോക്ക്, അപ്പൂപ്പൻ താടിയുടെ കായ. ഇതാണ് അപ്പൂപ്പൻ താടിയുടെ കായ. ആക്ച്വലി നമ്മുടെ ഇലാമ പഴം ഇല്ലേ, ഇലാമ പഴം പോലെ ഏകദേശം ഇരിക്കും ഇതിന്റെ യഥാർത്ഥ കായ. ഇത് അതിന്റെ തോട് പൊട്ടി പൊളർന്നു പോയതാണ്. അതിൽ കുറച്ച് അപ്പൂപ്പൻ താടികൾ ഇങ്ങനെ പറക്കാൻ റെഡി ആയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോ എന്റെ അനിയത്തി അവിടെ കിടന്ന ഒരു
പീസ് അതിങ്ങനെ പൊളർന്ന് കിടന്നാണ് കേട്ടോ. അതിങ്ങ് എടുത്തോണ്ട് വന്നു. അതിലാണെങ്കിൽ നിറയെ അപ്പൂപ്പൻ താടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ അത് ഓരോന്ന് പയ്യെ പയ്യെ അടർത്തി പറന്നു പോകുന്നു നോക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ തന്നെ പടത്തി വിട്ട്. എന്നാലും ആ അപ്പൂപ്പൻ താടിയുടെ അടിയിൽ ആ കായ് ഉള്ളപ്പോഴാണ് നന്നായി പറക്കാന്ന് എനിക്ക് തോന്നുന്നത്. പറക്കാൻ അപ്പോഴാണ് അതിന് സുഖം. നമ്മുടെ പാരച്യൂട്ടൊക്കെ പോലെ ഇങ്ങനെ പറന്ന് നടന്നുകൊണ്ടേയിരിക്കും. കുറെയൊക്കെ ഞങ്ങളിങ്ങനെ അടർത്തി സ്വയം പറത്തി വിട്ടു. ഇതിങ്ങനെ പറന്ന് നടന്ന് വേറെ സ്ഥലത്ത് പോയി വിത്തൊക്കെ മുളച്ച് അവിടെ അപ്പൂപ്പൻ താടികൾ ഇങ്ങനെ ഉണ്ടാവും. വേനൽക്കാലത്ത് ഇങ്ങനെ പറന്ന് നടന്നോളൂ. ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ? നോക്ക്, ഇതിലാണ് ഈ അപ്പൂപ്പൻ താടി ഇരിക്കുക. അതിന്റെ വിത്ത് ഇതിൽ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ എന്താ ഒരു ഹോൾഡർ പോലെയാണ്. അവിടെ ഒരു നീളത്തിലുള്ള വര കണ്ടോ? അതിങ്ങനെ പിടിച്ചിരിക്കും. അങ്ങനെയാണ് അപ്പൂപ്പൻ താടി അതിൽ ഫിക്സ് ആയിട്ടിരിക്കുക. കാറ്റ് വരുമ്പോൾ ഇങ്ങനെ പറന്ന് നടക്കും. ദാ അവിടെ ഇവിടെയൊക്കെ നിറയെ അപ്പൂപ്പൻ താടികൾ വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചെറുപ്പത്തിൽ ഞാനിത് ദൈവത്തിന്റെ താടിയാണെന്ന് ഓർത്തിരുന്നേ. എങ്ങനെ കരുതാതിരിക്കും? സത്യം പറഞ്ഞ മറ്റേതോ ലോകത്തുനിന്ന് വരുന്ന പോലെ ഇരിക്കും ഈ അപ്പൂപ്പൻ താടികളെ കാണുമ്പോൾ. അപ്പൂപ്പൻ താടി എനിക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ, ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കെട്ടുകഥകൾ വിശ്വസിച്ചിരുന്ന എന്തെങ്കിലും ഒരു വസ്തു. അങ്ങനെ ഒരു വസ്തുവാണ് എനിക്ക് അപ്പൂപ്പൻ താടി. നോക്കിയപ്പോ പൂച്ചക്കുഞ്ഞുങ്ങളെ കാണുന്നില്ല. ദേ അവന്മാർ ആ മലയിലേക്ക് പഠിച്ചെറിയണം കേട്ടോ. ഒരുത്തൻ ഇവിടെ വിശ്രമിക്കുകയാണ്. വിശ്രമം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങ് പോന്നു. അവിടെ വന്നിട്ട് ഞാനും അനിയത്തിയും കൂടി അപ്പൂപ്പൻ താടികൾ പറത്തി കളിക്കാൻ തുടങ്ങി. നല്ല രസാണ് കേട്ടോ ഇതിങ്ങനെ പറത്തി കളിക്കാൻ. നല്ല ഭംഗിയില്ലേ കാണാൻ? എന്ത് രസാണ്. ഒരു പൂ പോലെയുണ്ട്. കുറേ ഞങ്ങള് കയ്യിലെടുത്തു. കുറേ പറത്തി കളിച്ചു. അപ്പോഴാണ് ഓർത്തത് അമ്മയോട് പറയാതാണ് വീട്ടിൽ നിന്നൊരു ഇറങ്ങിത്തിരിക്കല്. ഇനിയിപ്പോ അമ്മ നമ്മളെ അന്വേഷിക്കും. അങ്ങനെ പൂച്ചക്കുട്ടന്മാരെ വിളിക്കാൻ പോയപ്പോ ദാ ഇവന്മാരിവിടെ കിടന്ന് മുട്ടൻ കളിയാണ് കേട്ടോ. കണ്ണ് തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കളിക്കും. കുറേ നേരം ഞങ്ങൾ അവനെ വിളിച്ചു. അവൻ വരാൻ തയ്യാറായില്ല. പിന്നെ വേറൊരുത്തനുണ്ടല്ലോ, അവനെ അന്വേഷിച്ച് പോകാൻ കരുതി. അവൻ ദാ കിടക്കുന്നു വിശ്രമിക്കാണ്. അപ്പം കറക്റ്റ് തന്നെ വേറൊരുത്തൻ വന്ന് വീണ്ടും വിശ്രമിക്കുന്നു. ഇനി കൂടുതൽ വിശ്രമിക്കാതെ വാട നമുക്ക് താഴോട്ടിറങ്ങി പോകുന്ന കരുതി. ഇനിയും ഇവിടെ ചുറ്റിക്കറങ്ങിയ അമ്മ നമ്മളെ വഴക്ക് പറയും. ഞാൻ അവനെ കുറെ വിളിച്ചു. ആള് വരാനൊന്നും വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല. എന്നാ പിന്നെ വാരിക്കൂട്ടി എടുത്ത് പോവാന്ന് കരുതി. അങ്ങനെ ഞാനും അനിയത്തിയും എന്റെ പൂച്ചക്കുഞ്ഞുങ്ങളും കൂടി അപ്പൂപ്പൻ താടി കണ്ടുപിടിച്ചതിന്റെ സന്തോഷത്തില് അവിടെ നിന്ന് പോരാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. ടാറ്റാ, ബൈ ബൈ, സി യു.